തലമുറകളെ പ്രചോദിപ്പിച്ച ഒരു കഥയാണ് പറയിപെറ്റ പന്തിരുകുലം. കാലത്തെയും ഭയത്തെയും ജാതിയെയും മതത്തെയും ഒരുപോലെ വെല്ലുവിളിച്ച് ശ്രേഷ്ഠരായ മാതാപിതാക്കൾക്ക് പിറന്ന 12 വീരപുത്രർ. കേരളത്തിന്റെ വീരചരിത്രം മുഴങ്ങുന്ന ഒരു മഹാകാവ്യം പറയിപെറ്റ പന്തിരുകുലം. ദ ത്രില്ലിംഗ് വോയിസ് ഓഡിയോ ബുക്ക് ചാനലിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക്. വരരുചി അതാ ദേശാടനത്തിനിറങ്ങുകയാണ്. അത്യാവശ്യം വേണ്ട സാമഗ്രികൾ തന്റെ ഭാണ്ഡത്തിൽ നിറച്ചു. പുലർച്ചയ്ക്ക് മുമ്പ് തന്നെ പുറപ്പെട്ടു. മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രം: രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതാണ്? പ്രധാന വാക്യം ഏതാണ്? വരരുചി ഇന്ന് രാജസദസ്സിൽ അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥാനം ഈ മാലോകർക്കെല്ലാം അറിയാം. പണ്ഡിതരാജനാണ് വരരുചി. അദ്ദേഹം ലോകപ്രശസ്തനായി കഴിഞ്ഞിരിക്കുന്നു. ഇത്തരമൊരവസ്ഥയിൽ ഏറ്റവും വലിയ അപകടകരമായ ഒരു പ്രശ്നം ഇതാ ഉത്ഭവിച്ചിരിക്കുന്നു. താൻ വിജയിച്ചാൽ തൻ്റെ യശസ്സും പ്രൗഢിയും അതിൻ്റെ പാരമ്യത്തിലെത്തും. മറിച്ചാണെങ്കിലോ, ആലോചിക്കാനേ വയ്യ. ആകാശത്തു നിന്നും പാതാളത്തിൽ പതിക്കുന്ന ഒരു അനുഭവമായിരിക്കും അത്. രാജസദസ്സിൽ പിന്നെ സ്ഥാനമുണ്ടാവില്ല. പണ്ഡിതന്മാരുൾപ്പെടെയുള്ള ആ ഒരു പുരുഷാരം തന്നെ നോക്കി കൈകൊട്ടിച്ചിരിക്കും. ഉറക്കെ വിളിച്ചു പറയും: ആഹാ, അതാ പോകുന്നു പാവം വരരുചി. ഇല്ല, അങ്ങനെ ഒരു മാറ്റം ഒരിക്കലും സംഭവിച്ചുകൂടാ. എന്റെ ലക്ഷ്യം നിറവേറ്റാൻ സാധിച്ചില്ല എങ്കിൽ ഈ സമുദ്രത്തിൽ ഞാൻ ചാടി മരിക്കും. ഇതിന് യാതൊരു സംശയവുമില്ല. വരരുചി നടന്നു. വെയിലിന് കട്ടികൂടി. എത്തിപ്പെട്ടിരിക്കുന്നത് ഒരു കാനനത്തിലാണ്. പക്ഷികളും മൃഗങ്ങളും ശബ്ദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു പേടമാൻ കൂട്ടം മരത്തണലിൽ വിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സമീപത്ത് മനോഹരമായ ഒരു ആശ്രമം, പർണശാലയാണെന്ന് തോന്നുന്നു. വരരുചി അങ്ങോട്ടേക്ക് നടന്നു. ഇവിടെ ആരുമില്ലേ? ആശ്രമ കവാടത്തിൽ നിന്നുകൊണ്ട് വരരുചി ചുണ്ടനക്കി. വൃദ്ധനായ ഒരു മഹർഷി പുറത്തേക്ക് വന്നു. വെൺചാമരം പോലെ നീണ്ട താടിയും ജടപിടിച്ച തലമുടിയും ചുക്കിച്ചുളിഞ്ഞ ശരീരവും പ്രകാശമേറിയ കണ്ണുകളും അദ്ദേഹത്തിന്റെ തപസിദ്ധിയുടെ ആഴം പ്രകടമാക്കുന്നുണ്ടായിരുന്നു. വരരുചി ആ മഹർഷിവര്യനെ വന്ദിച്ചു. വരൂ, അകത്തേക്ക് വരൂ. വൃദ്ധതാപസൻ വരരുചിയെ അകത്തേക്ക് ക്ഷണിച്ചു. 2 പേരും ഇരുന്നു. മഹർഷി നൽകിയ ഫലമൂലാദികൾ അദ്ദേഹം ഭക്ഷിച്ചു. ശുദ്ധജലം പാനം ചെയ്തു. സ്വയം പരിചയപ്പെടുത്തി. അങ്ങയെപ്പറ്റി ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട്. കാണാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട്. ആട്ടെ, അങ്ങയുടെ ആഗമന ഉദ്ദേശം എന്താണ്? യാതൊരു മുഖവരയും കൂടാതെ വരരുചി പറഞ്ഞു: രാമായണത്തിലെ പ്രധാന ശ്ലോകം ഏതാണ്? അതിലെ പ്രധാന വാക്യം ഏതാണ്? മഹാത്മൻ, ജ്ഞാനത്തിന്റെ മറുകര കണ്ട മഹർഷിയാണ് അങ്ങെന്ന് എനിക്കറിയാം. എന്റെ ചോദ്യത്തിന് മറുപടി തന്നാലും. വൃദ്ധതാപസൻ ആലോചനയിലാണ്ടു. അദ്ദേഹത്തിന്റെ നെറ്റി ചുളിഞ്ഞു. കണ്ണുകൾ പാതി അടഞ്ഞു. തെല്ല നേരത്തെ നിശബ്ദതയ്ക്ക് ശേഷം താപസൻ പറഞ്ഞു: വരരുചി, ഞാൻ അങ്ങോട്ടൊരു ചോദ്യം ചോദിക്കട്ടെ. ലോകത്തിൽ പ്രഥമ സ്ഥാനം ആർക്കാണ്? മനുഷ്യനോ, ജീവികൾക്കോ, സസ്യങ്ങൾക്കോ, വായുവിനോ, അതോ ജലത്തിനോ? മനുഷ്യന്, വരരുചി പറഞ്ഞു. ജലമില്ലെങ്കിൽ മനുഷ്യനുണ്ടോ? വായുവില്ലെങ്കിൽ മനുഷ്യനുണ്ടോ? സസ്യങ്ങളില്ല എങ്കിൽ മനുഷ്യനുണ്ടോ? അങ്ങ് ഉദ്ദേശിക്കുന്നത്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ സർവപ്രധാനമാണ് മനുഷ്യൻ. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ അല്ല. വരരുചിയുടെ ചോദ്യവും ഇത്തരത്തിൽപ്പെടുന്നു. രാമായണത്തിലെ ഓരോ വരിയും ഓരോ വാക്കും പ്രാധാന്യമുള്ളതാണ്. ഓരോ ശ്ലോകത്തിനും അതിൻ്റെതായ അർത്ഥമുണ്ട്, അതിൻ്റെതായിട്ടുള്ള വ്യാപ്തിയുണ്ട്. വരരുചി എഴുന്നേറ്റു. മഹർഷേ, ഞാൻ പോകുന്നു. ഭവാനിൽ നിന്നും ശരിയായ ഒരു മറുപടി ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചു. നമസ്കാരം. വരരുചി ധൃതിയിൽ അവിടെ നിന്നും പോകുന്നു. നേരം സന്ധ്യയായി. എത്തിയിരിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്താണ്. ഒരു ആൽത്തറ, സമീപത്തൊരു ക്ഷേത്രം. നേരെ ക്ഷേത്രത്തിലെത്തി വനദുർഗയെ നമസ്കരിച്ചു. പൂജാരി അദ്ദേഹത്തിന് പ്രസാദം നൽകി. അദ്ദേഹം വരരുചിയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. എവിടുന്നാ വരണത്? ആരാണ്? ഞാൻ വരരുചിയാണ്. പൂജാരിയിൽ നിന്നും ആഹ്ലാദം നിറഞ്ഞ ഒരു ചിരി ഉയർന്നു. ആഹാ, വരരുചിയാണോ ഇത്? ശിവ, കേട്ടിട്ടേ ഉള്ളൂ. കാണാനുള്ള ഭാഗ്യം ഇപ്പോഴാണ് ലഭിച്ചത്. മഹാരാജാവിന്റെ ഉറ്റത്തോടനല്ലേ താങ്കൾ? വിജ്ഞാനത്തിന്റെ മൂർത്തിമത് ഭാവം. നമസ്കാരം, നമസ്കാരം. പൂജാരിയുടെ നല്ല വാക്കുകൾക്ക് വരരുചി നന്ദി പറഞ്ഞു. എന്താ ഇങ്ങനെ യാത്രക്കിറങ്ങി പുറപ്പെട്ടത്? പൂജാരി ചോദിച്ചു. വരരുചി ഒന്നും ഉരിയാടിയില്ല. എനിക്കെല്ലാം അറിയാട്ടോ. മഹാന്മാർ വിരലനക്കിയാൽ ജനമത് മണത്തറിയില്ലേ? രാമായണത്തിലെ പ്രധാന ശ്ലോകം അന്വേഷിച്ചിറങ്ങിയതാണല്ലേ വരരുചി? വരരുചി ഒരു നിമിഷം അമ്പരന്നു.
ഇത്ര ക്ഷണം നാട് മുഴുവൻ ഈ വാർത്ത അറിഞ്ഞു. പൂജാരി പറഞ്ഞു, ഹൈ, ഇതൊരു നിസ്സാര വാർത്തയാണോ? വരരുചിയുടെ വിജയമെന്ന് പറയുന്നത് ജ്ഞാനത്തിന്റെ വിജയമല്ലേ? ഈ രാജ്യത്തിന്റെ വിജയമല്ലേ? ആട്ടെ, മറുപടി കിട്ടിയോ? മറുപടിയോ? രാമായണത്തിലെ ശ്ലോകം കണ്ടുപിടിച്ച് കഴിഞ്ഞോന്ന്? ഇല്ല, ശ്രമം ആരംഭിച്ചിട്ടേ ഉള്ളൂ. പൂജാരി സൂക്ഷിച്ചു നോക്കി. ഇത്ര ബുദ്ധിമുട്ടൊന്നും വേണ്ടാട്ടോ വരരുചി, ഞാൻ പറഞ്ഞു തരാം. അങ്ങേപ്പോലെ നോമൊരു ജ്ഞാനിയല്ല എങ്കിലും രാമായണം 1000 പ്രാവശ്യമെങ്കിലും വായിച്ചിട്ടുള്ളവനാണ് ഞാൻ. വരുവാ, നമുക്ക് ഇല്ലത്തേക്ക് അങ്ങോട്ട് പോവാ. ഇന്ന് അവിടെ താമസിക്കാം. എന്റെ മനസ്സിലുള്ളത് പറഞ്ഞു തരികയും ചെയ്യാം. ഓ, അങ്ങനെയാകട്ടെ, വരരുചി ഉത്സാഹത്തോടെ പറഞ്ഞു. പൂജാരിയുടെ ഇല്ലത്തെത്തി സുഖമായി ഊണ് കഴിച്ചു. ഉമ്മറത്ത് വന്നിരുന്നു. കത്തുന്ന നിലവിളക്കിന്റെ ചലിക്കുന്ന നാളത്തിലേക്ക് നോക്കിക്കൊണ്ട് പൂജാരി പറഞ്ഞു, ഇനി നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. കേട്ടോളൂ. പറയൂ. ശ്രീരാമചന്ദ്രൻ സീതാദേവിയോടും ലക്ഷ്മണകുമാരനോടും കൂടി വനവാസത്തിനിറങ്ങി. ഈ സമയത്ത് അയോധ്യ രാജധാനിയിൽ നടക്കുന്നത് എന്താണ്? ശ്രീരാമന്റെ മാതാവായ കൗസല്യ വാവിട്ട് നിലവിളിക്കുകയാണ്. ആ രംഗം ഞാൻ ഓർക്കുന്നു, മനസ്സിൽ കാണുന്നുണ്ട്. ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം. എന്റെ വികാരം കൂടി താങ്കൾ കണക്കിലെടുക്കണം ട്ടോ വരരുചി. എന്നാലേ താങ്കൾക്കൊരു തീരുമാനത്തിലെത്താൻ പറ്റുള്ളൂ. പറയൂ. കൗസല്യ ദശരഥ മഹാരാജാവിനെ നഖശികാന്തം വിമർശിച്ചു. സിംഹപരാക്രമിയാണ് രാമൻ. ധർമ്മത്തിൽ നിന്നും അണുപോലും വ്യതിചലിക്കുകയില്ല. അങ്ങനെയുള്ള രാമനോട് സ്വന്തം പിതാവ് നീതി പുലർത്തിയിട്ടില്ല. 10 മാസം ചുവന്ന് പ്രസവിച്ചത് ഞാനാണ്. എന്തുകൊണ്ട് തന്റെ ദുഃഖം അങ്ങ് മനസ്സിലാക്കുന്നില്ല? ലക്ഷ്മണകുമാരനെ നൊന്തുപെറ്റ സുമിത്രയുടെ ദുഃഖം മനസ്സിലാകുന്നില്ല? ഈ രാജകീയ സുഖങ്ങളെല്ലാം ത്യജിച്ച് കല്ലും മുള്ളും നിറഞ്ഞ കാനനത്തിൽ സഞ്ചരിക്കാൻ വിധിക്കപ്പെട്ട സീതയുടെ ദുഃഖം ശ്രീരാമന്റെ പിതാവ് മനസ്സിലാക്കുന്നില്ലേ? ഒരു സ്ത്രീക്ക് താങ്ങും തണലുമായി ഉള്ളത് ഒന്നാമതായി സ്വന്തം ഭർത്താവാണ്, രണ്ടാമതായി പുത്രൻ, മൂന്നാമതായി ബന്ധുക്കൾ, നാലാമതായി യാതൊന്നുമില്ല. അങ്ങ് ദശരഥ മഹാരാജാവ് എന്നെ സംബന്ധിച്ചിടത്തോളം ഒന്നുമല്ലാതായി തീർന്നിരിക്കുന്നു. അവിടുന്ന് കാരണം ഞാൻ നശിച്ചു. കൗസല്യയുടെ ഈ ഒരു വാക്കുകൾ ശരം പോലെ ദശരഥന്റെ ഹൃദയത്തിൽ തറച്ചു. വരരുചി, രാമായണത്തിലെ ഈ ഭാഗമാണ് ഏറ്റവും പ്രസക്തമായ ഭാഗം. വരികൾ വേണമെങ്കിൽ ഞാൻ ചൊല്ലിത്തരാം. വേണ്ട വേണ്ട, രാമായണത്തിലെ പ്രധാന ശ്ലോകം ഇതിലില്ല. അങ്ങക്ക് തെറ്റിപ്പോയി പൂജാരി. വരരുചി പെട്ടെന്ന് എഴുന്നേറ്റു. എന്താണ് താങ്കൾ എഴുന്നേറ്റത്? ഞാൻ പോകുന്നു. ഈ രാത്രിയിലോ? വരരുചി, അങ്ങക്ക് ഭ്രാന്തുണ്ടോ? ഭ്രാന്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ പോകുന്നത്. നമസ്കാരം. വരരുചി ഭാണ്ഡം കയ്യിലെടുത്തു. പുറത്ത് ഇരുട്ട് കട്ട പിടിച്ചിരുന്നു. ഒരു തണുത്ത കാറ്റ് വീശുന്നു. വരരുചി അന്ധകാരത്തിലേക്ക് കുതിച്ചു. വരരുചി ആൽത്തറയിൽ വന്നിരുന്നു. ഭാണ്ഡത്തിലുള്ള രാമായണ ഗ്രന്ഥം പുറത്തെടുത്തു. ആ അന്ധകാരത്തിൽ ഭാണ്ഡം പോലും കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ വിഷമമായിരുന്നു. എന്നിട്ട് വേണ്ടേ വായിക്കാൻ? എന്തിനു വായിക്കണം? ഈ രാമായണം മുഴുവൻ തനിക്ക് ഹൃദിസ്ഥമാണ്. ഓരോ വരിയും ഓർമ്മയിലുണ്ട്. മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിന് പകരം സ്വയം ചിന്തിച്ച് ഒരു മറുപടി, ശരിയായ മറുപടി കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ചന്ദ്രൻ ഉദിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ആൽത്തറയും കൂറ്റൻ ആലും പരിസരവും നിലാവിൽ തെളിഞ്ഞു കാണാമായിരുന്നു. കുളിർക്കാറ്റിൽ ആലിന്റെ ഇലകൾ ശബ്ദമുണ്ടാക്കി. സമീപത്തുള്ള കുളത്തിൽ നിന്ന് കുളക്കോഴിയുടെ ശബ്ദം കേട്ടു. ശ്രീരാമചന്ദ്രൻ സീതാദേവിയെ അന്വേഷിച്ച് വനാന്തരങ്ങളിലൂടെ നടക്കുകയാണ്. പിന്നിട്ട ദിനങ്ങളെക്കുറിച്ച് ലക്ഷ്മണകുമാരനുമായി സംവാദം നടത്തുകയാണ്. ആ സമയത്ത് ലക്ഷ്മണകുമാരൻ ജ്യേഷ്ഠനെ ആശ്വസിപ്പിക്കാൻ ഒരു നീണ്ട പ്രഭാഷണം തന്നെ. പ്രായോഗിക ജീവിതത്തിലെ അനർഘങ്ങളായ മുത്തുമണികളായിരുന്നു ലക്ഷ്മണവാക്യങ്ങൾ. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വരികൾ അവയല്ലേ? വരരുചി ഒന്ന് നിവർന്നിരുന്നു. തന്റെ അരികിൽ ശ്രീരാമനും ലക്ഷ്മണനും വന്നു നിൽക്കുന്നു എന്ന് അദ്ദേഹത്തിന് തോന്നി. കണ്ണ് തിരുമി. ഇല്ല, ആരുമില്ല. കഥാപാത്രങ്ങൾക്ക് മനസ്സിൽ മാത്രമേ സ്ഥാനമുള്ളൂ. ആഹാ, അല്ലല്ല, രാമായണത്തിലെ പ്രധാനപ്പെട്ട വരികൾ ഇവയല്ല. ഇതിനേക്കാൾ ആശയഗാംഭീര്യമുള്ള മണിമുത്തുകൾ രാമായണത്തിലുണ്ട്. മൂഢ, വരരുചി, നീ യാത്ര തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ നിഗമനങ്ങളിൽ എത്തിച്ചേർന്നാലോ? അന്വേഷിക്കൂ, വീണ്ടും വീണ്ടും അന്വേഷിക്കൂ. ഒരു മഹാകാവ്യത്തിന് സ്വന്തമായി ഒരു അന്തസത്തയില്ലേ? 1000 വരികളിൽ ഏതെങ്കിലും 4 വരികൾ സർവശ്രേഷ്ഠമായി വിലസുകയില്ലേ? ആരും ഇതുവരെ ഇത്തരമൊരു വാദഗതിയെ തള്ളിപ്പറഞ്ഞിട്ടില്ലല്ലോ. വരരുചി ചിന്തിച്ചു. നേരം പുലരാറായപ്പോൾ ഒന്ന് മയങ്ങി. അദ്ദേഹം ഒരു സ്വപ്നം കണ്ടു. വിജയശ്രീ ലാളിതനായി താൻ വിക്രമാദിത്യ സദസ്സിലെത്തുന്ന ആ രംഗം. മഹാരാജാവും പണ്ഡിതന്മാരും തന്റെ മേൽ അഭിനന്ദനങ്ങളുടെ പൂക്കൾ കോരിച്ചൊരിയുന്ന ആ രംഗം പെട്ടെന്ന് വരരുചിയുടെ കാതിൽ മുഴങ്ങി.
പരാജയപ്പെടുകയാണെങ്കിൽ അങ്ങയ്ക്ക് പിന്നീട് ഇവിടെ സ്ഥാനമില്ല. വരരുചി ഞെട്ടി ഉണർന്നു. കൺപോളകൾക്ക് വല്ലാത്ത കനം, മനസ്സിനും. പ്രഭാതകൃത്യങ്ങളെല്ലാം ഒരുവിധം നിർവഹിച്ചു. യാത്ര തുടർന്നു. കാടുകളും മേടുകളും ഗ്രാമങ്ങളും താണ്ടി വരരുചി തന്റെ ദേശാടനം തുടർന്നു. സ്വയം ചിന്തിച്ചു. പല മഹർഷി പുങ്കവന്മാരെയും നേരിൽ കണ്ടു, ചർച്ച നടത്തി. രാമായണത്തിലെ എല്ലാ വരികളും പ്രാധാന്യമുള്ളതാണ്. ഒട്ടുമുക്കാലും പേർക്ക് ഇതേ പറയാനുണ്ടായിരുന്നുള്ളൂ. മറ്റു ചിലർ മനോധർമ്മമനുസരിച്ച് സ്വന്തമായ വ്യാഖ്യാനങ്ങൾ നടത്തി. വരരുചി ആകെ കുഴങ്ങി. മനസ്സ് കൂടുതൽ കലുഷിതമായി. ഇതിൽ നിന്നും ഒരു കാര്യം വരരുചിക്ക് ബോധ്യമായി. ശ്രമിക്കുന്തോറും കൂടുതൽ കൂടുതൽ സങ്കീർണമായി തീരുന്ന ഒരു കാര്യത്തിലാണ് താൻ പ്രവേശിച്ചിരിക്കുന്നത്. ദിവസങ്ങൾ ആർക്കുവേണ്ടിയും കാത്തുനിന്നില്ല. 39 ദിവസങ്ങൾ പറന്നുപോയി. വരരുചി ആകെ തളർന്നുപോയി. ശരീരവും മനസ്സും തളർന്നുപോയി. 40ാമത്തെ ദിവസം. സമയം സന്ധ്യയായിരിക്കുന്നു. വരരുചി ഒരാൾത്തറയിൽ മേലിരുന്നു. രാമായണം പുറത്തെടുത്തു. ഗ്രന്ഥക്കെട്ടഴിച്ചു. നേരിയ ഇരുട്ട്, എങ്കിലും വായിക്കാൻ പറ്റുന്നില്ല. ഓലകൾ മറിച്ചു നോക്കിക്കൊണ്ടേയിരുന്നു. അതാ വരുന്നു, മുഖത്ത് അതിതേജസ്സുള്ള ഒരു വൃദ്ധ. കൂനി കൂനി വടിയും കുത്തി നടന്നു വരുന്നു. അവർ വരരുചിയുടെ സമീപം വന്നു നിന്നു. ഈ സന്ധ്യ നേരത്ത് കണ്ണു കാണാമോ മകനെ? വായിക്കാൻ പറ്റുന്നുണ്ടോ? ഇത് രാമായണമാണ് മുത്തശ്ശി. വരികളെല്ലാം മനസ്സിലുണ്ട്. എങ്കിലും ഓലകളൊന്ന് മറിച്ചു നോക്കിയെന്ന് മാത്രം, വരരുചി പറഞ്ഞു. ചോദിക്കട്ടെ? മോന്റെ ശബ്ദവും മുഖവും വല്ലാതിരിക്കുന്നല്ലോ. എന്തു പറ്റി? വൃദ്ധ ചോദിച്ചു. വരരുചി എല്ലാം തുറന്നു പറഞ്ഞു. ഒരുപക്ഷേ ഈ മുത്തശ്ശിയിൽ നിന്നായിരിക്കും തനിക്ക് വേണ്ടത് ലഭിക്കാൻ പോകുന്നത്. ആ വൃദ്ധ തെല്ലുനേരം ആലോചിച്ചവിടെ നിന്നു. ഞാനൊരു വഴി പറഞ്ഞു തരാം. ഇവിടെ നിന്ന് കിഴക്കോട്ട് കുറച്ചു ദൂരം നടക്കൂ. ഒരാൽത്തറയും സമീപത്ത് ദേവീക്ഷേത്രവും കാണാം. സന്നദ്ധിയിൽ നമസ്കരിക്കൂ. അവിടുള്ള ആൽത്തറയിൽ ചെന്നിരുന്ന് വനദേവതകളെ സ്മരിക്കൂ. കാര്യം ശുഭമായി കലാശിക്കും. സംശയിക്കണ്ട, ഉടൻ പുറപ്പെട്ടോളൂ, വൃദ്ധ പറഞ്ഞു. വരരുചി എഴുന്നേറ്റ് വൃദ്ധയെ വണങ്ങി. ക്ഷേത്രസന്നിധിയിലെത്തിയപ്പോൾ സന്ധ്യ കഴിഞ്ഞിരുന്നു. എങ്കിലും നട അടച്ചിരുന്നില്ല. ഉള്ളിൽ തട്ടി പ്രാർത്ഥിച്ചു. അമ്മേ, പ്രസാദിക്കണേ. നമസ്കരിച്ചു. ആൽത്തറയിൽ വന്നിരുന്നു. നേരം രാത്രിയായി. ആകാശത്ത് പൂർണ്ണചന്ദ്രൻ പ്രത്യക്ഷപ്പെട്ടു. തണുത്ത കാറ്റ് വീശി. ഉറക്കം അങ്ങോട്ട് വരുന്നില്ല. ഉറങ്ങിയിട്ട് ദിവസങ്ങളേറെയായി. ഇന്നെങ്കിലും ഒന്ന് ശരിക്ക് ഉറങ്ങാൻ കഴിഞ്ഞെങ്കിൽ. രാമായണത്തിലെ പ്രധാന ശ്ലോകം, പ്രധാന വാക്യം. വനദേവതകളെ മനസ്സിൽ സ്മരിച്ചു. ആൽത്തറയിൽ നീണ്ടു നിവർന്നു കിടന്നു. നേരം അർദ്ധരാത്രിയായി. വരരുചി തിരിഞ്ഞും മറിഞ്ഞും കിടക്കുകയാണ്. അതാ കേൾക്കുന്നു, ആലിന്റെ മുകളിൽ നിന്നും ഒരു സംഭാഷണം. കിളികൾ തമ്മിലാണെന്ന് തോന്നുന്നു. കിളികളുടെ ഭാഷ അറിയാമായിരുന്ന വരരുചി കാതോർത്തു. ആകെ 3 കിളികൾ ഉണ്ടായിരുന്നു. വനദേവതകൾ ആൽമരത്തിൽ കിളികളുടെ രൂപം ധരിച്ച് വന്നിരിക്കുകയാണെന്ന് വരരുചിക്ക് മനസ്സിലായി. പെട്ടെന്ന് പുതുതായി ഒരു കിളി കൂടി വന്നെത്തി. ആ കിളി പറഞ്ഞു, ഇന്നിവിടെ അടുത്ത് ഒരു പ്രസവം നടക്കുന്നുണ്ട്. ഞാനത് കാണാൻ പോവുകയാണ്. വേണമെങ്കിൽ നിങ്ങളും വന്നോളിൻ. രണ്ടാം കിളി പറഞ്ഞു, ഞാൻ വരുന്നില്ല, നീ പൊയ്ക്കോളൂ. പ്രസവം കഴിഞ്ഞ് മടങ്ങുമ്പോൾ എല്ലാ വിവരവും വിസ്തരിച്ച് ഞങ്ങളോട് വന്ന് പറയണം. നിങ്ങൾ 3 പേരും ഈ ആലിൽ ചടഞ്ഞുകൂടിയിരിക്കുന്നത് എന്തിനാണ്? കിളി ചോദിച്ചു. അതിവിശിഷ്ടനായ ഒരു ബ്രാഹ്മണ യുവാവാണ് താഴെ കിടന്നുറങ്ങുന്നത്. ഞങ്ങളെ ധ്യാനിച്ചുകൊണ്ടാണ് അദ്ദേഹം കിടന്നത്. അദ്ദേഹത്തെ കാത്തുരക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ധർമ്മമാണ്, ഒന്നാം കിളി പറഞ്ഞു. എങ്കിൽ നിങ്ങൾ ഇവിടെ ഇരിക്കും. തിരിച്ചു വരുമ്പോൾ ഞാൻ എല്ലാ വിശേഷവും അറിയിക്കാം. സമയം ഇഴഞ്ഞു നീങ്ങി. പോയ കിളി തിരിച്ചു വന്നു. വിശേഷങ്ങളെല്ലാം പറയൂ. പ്രസവം കഴിഞ്ഞു. പെൺകുട്ടിയാണ്. ഒരു പറയന്റെ കുടിലാണ് പ്രസവം. മടങ്ങി വന്ന കിളി പറഞ്ഞു. ഓഹോ, അത് കൊള്ളാമല്ലോ. അവളെ വിവാഹം കഴിക്കുന്നത് ആരായിരിക്കും? മൂന്നാം കിളി ചോദിച്ചു. ആഹാ, അതിലെന്താ ഇത്ര സംശയം? ഈ ആൽത്തറയിൽ കിടന്നുറങ്ങുന്ന വരരുചിയാണ് ആ പറയപ്പെണ്ണിനെ വിവാഹം കഴിക്കാൻ പോണത്. പാവം വരരുചിക്ക് മാം വിധി എന്നറിയില്ല. ഞാൻ പോട്ടെ, ബാക്കിയെല്ലാം നാളെ വിസ്തരിച്ച് പറയാം. കിളി പറന്നുപോയി. വരരുചി കൊട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. ആ മുഖത്താകെ ആഹ്ലാദം തിരയടിച്ചു. പെട്ടെന്ന് തന്നെ മുഖം വിവർണമായി. സന്തോഷത്തിന്റെയും സന്താപത്തിന്റെയും വികാരങ്ങൾ മാറി മാറി പ്രതിഫലിച്ചു. മാം വിധി, മാം വിധി. വരരുചിയായി താനിതാ ജയിച്ചിരിക്കുന്നു. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശ്ലോകം ഏതാണെന്ന് താൻ മനസ്സിലാക്കിയിരിക്കുന്നു. പ്രധാനപ്പെട്ട വാക്യവും മനസ്സിലായി. താൻ ധന്യനാണ്. 41ാമത്തെ ദിവസമാണ് നാളെ. വിക്രമാദിത്യ സന്നിധിയിലേക്ക് ഉടൻ പുറപ്പെടുക. പക്ഷേ കഷ്ടം കഷ്ടം. താൻ വിവാഹം കഴിക്കാൻ പോകുന്നത് ഒരു പറയിപ്പെണ്ണിനെയാണല്ലോ. മഹാബ്രാഹ്മണൻ പറയിപ്പെണ്ണിനെ വേളി കഴിക്കാൻ പോകേ. ഭഗവാനെ, ഒരു ഭാഗത്ത് സൗഭാഗ്യം, മറുഭാഗത്ത് ഇടുത്തി പോലെ നിർഭാഗ്യം. ഇല്ല വരരുചി,
സർവകലാവല്ലഭനും ബ്രാഹ്മണനുമായ വരരുചി ഒരു പറയിപ്പെണ്ണിനെ ഒരിക്കലും വിവാഹം കഴിക്കില്ല. വിധിയുടെ പ്രഖ്യാപനം അതാണെങ്കിൽ പോലും വരരുചി വഴങ്ങില്ല. വിധിയെ വെല്ലുവിളിക്കും. സംഭവിക്കേണ്ടത് സംഭവിക്കാതിരിക്കാൻ അങ്ങേയറ്റം ശ്രമിക്കും. ആത്മാർത്ഥമായി പരിശ്രമിക്കും. പറയിപ്പെണ്ണിനെ വിവാഹം കഴിക്കുകയോ? അതൊരു സ്വപ്നം മാത്രമായിരിക്കും. വിധിയുടെ സ്വപ്നം, ഒരിക്കലും നടക്കാത്ത സ്വപ്നം. വരരുചി തന്റെ ഭാണ്ഡം കയ്യിലെടുത്ത് ധൃതിയിൽ അവിടെ നിന്നും പോയി മറഞ്ഞു.